9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ബയോളജി മൈ പാഷൻ എന്നീ ചാനലിൽ നമ്മൾ 9th-ലെയും 10th-ലെയും സയൻസും 11th-ലെയും 12th-ലെയും ബയോളജി നീറ്റ് ലെവലിലുമാണ് പഠിക്കുന്നത്. ഇതിൽ 9th-ലെ ബയോളജി ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഒപ്പം തന്നെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫും ടിഷ്യൂസിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്. കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് ലെസൺ പൂർത്തിയാക്കി കഴിഞ്ഞു. ഉടനെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററായ ഈസ് മാറ്റർ അറൗണ്ട് അസ് പ്യുവർ എന്നതാണ്. ഇതിൽ ആദ്യത്തെ ഭാഗമായ മിക്സ്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് മാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പ്യുവർ സബ്സ്റ്റൻസ്, അതായത് ഒരേ തരത്തിലുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ പ്യുവർ സബ്സ്റ്റൻസും വിവിധ തര പദാർത്ഥങ്ങൾ കലർന്നുണ്ടാകുന്ന മിക്സ്ചേഴ്സ് അഥവാ മിശ്രിതങ്ങൾ പഠിച്ചു. അതിൽ മിശ്രിതങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒരേ രീതിയിൽ യൂണിഫോം ആയിട്ടാണ് അവ മിക്സ് ആവുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയും. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ സൊല്യൂഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിച്ചു. ഹെട്രോജീനസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പോസിഷൻ വ്യത്യസ്തമാണ്. അപ്പോൾ ഒരേ രീതിയിൽ മിക്സ് ആകുന്നില്ല, ജസ്റ്റ് ഫിസിക്കലി കൂടെ ചേർന്ന് കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള രണ്ട് മിക്സ്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഒന്ന് സസ്പെൻഷൻ, മറ്റൊന്ന് കൊളോയിഡ്. അപ്പോൾ ഇന്ന് നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ മായം ചേർക്കുന്ന അഡൾട്രേഷനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഒരു കെമിസ്റ്റിൻ്റെ വീക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസിൽ ഒരേ തരം പദാർത്ഥങ്ങൾ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്, കാരണം അതിൽ വെള്ളത്തിൻ്റെ മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. ഒരു പിടി ഉപ്പെടുത്താൽ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്, കാരണം അതിൽ ഉപ്പിൻ്റെ തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ വിലയിരുത്തുന്നത്. എന്താണ് ഈ ഫിസിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ ചേഞ്ചസ്? അപ്പോൾ ആദ്യം അതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഫിസിക്കൽ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികമായ ചില മാറ്റങ്ങളാണ്. അത് അതിൻ്റെ പ്രോപ്പർട്ടിയിലോ അതിൻ്റെ കോമ്പോസിഷനിലോ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ചേഞ്ച് ഓഫ് മാറ്റർ ആണ്. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ക്യാൻ ബി ചേഞ്ച്ഡ്, അതായത് ഖരാവസ്ഥയിലുള്ള ഐസിനെ നമുക്ക് ദ്രാവകാവസ്ഥയിലുള്ള വെള്ളമാക്കി മാറ്റാൻ കഴിയും. ആ ദ്രാവകാവസ്ഥയിലുള്ള വെള്ളത്തെ നമ്മൾ തിളപ്പിച്ചാൽ നമുക്ക് വാതകാവസ്ഥയിലുള്ള നീരാവിയും ലഭ്യമാകും. പക്ഷേ ഇവിടെ പല രീതിയിലേക്ക് ചേഞ്ച് ആകുന്നുണ്ടെങ്കിലും ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, ഖരാവസ്ഥയിൽ ഐസായിട്ടിരുന്നാലും ജലമായിട്ടിരുന്നാലും നീരാവിയായിട്ടിരുന്നാലും അതിൽ അടങ്ങിയിരിക്കുന്നത് H2O അല്ലെങ്കിൽ ജലത്തിൻ്റെ തന്മാത്രകളാണ്. അപ്പോൾ കെമിക്കലി അതിന് മാറ്റം വരുന്നില്ല. രണ്ടാമതായിട്ട് ഇതെല്ലാം റിവേഴ്സിബിൾ ആണ്, കാരണം നമുക്കൊരു തിരിച്ചുപോക്കുണ്ട്. നീരാവിയെ തണുപ്പിച്ചാൽ നമുക്ക് വീണ്ടും ജലം കിട്ടും. ജലത്തെ നമ്മൾ ഘനീഭവിപ്പിച്ചാൽ വീണ്ടും നമുക്ക് ഖരാവസ്ഥയിലുള്ള ഐസ് ലഭ്യമാകും. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസുമാണ് ഫിസിക്കൽ പ്രോസസ്സിൽ നടക്കുന്നത്. അതേസമയം കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് അത് അതിൻ്റെ കോമ്പണൻസ് ആയിട്ട് മാറുകയും അല്ലെങ്കിൽ അതിൽ മറ്റൊരു പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു പേപ്പർ കത്തിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ ചാരമായി മാറുന്നു. അപ്പോൾ ആ പേപ്പർ എന്ന അതിൻ്റെ പ്രോപ്പർട്ടി മാറി ചാരം മറ്റൊരു പ്രോപ്പർട്ടിയുള്ള വസ്തുവാണ്. ഇനി ആ ചാരത്തിൽ നിന്ന് എനിക്ക് പേപ്പർ തിരിച്ചു കിട്ടുമോ? ഇല്ല, അല്ലേ? ഇതാണ് ഒരു കെമിക്കൽ കോമ്പോസിഷൻ. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നതാണ് മെഴുകുതിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇവിടെ ഫിസിക്കലും കെമിക്കലും ആയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ആ മെൽറ്റിംഗ് ഓഫ് വാക്സ്, അതായത് ആ മെഴുക് ഉരുകി വെള്ളമായി തീരുന്നു, അത് പിന്നെ ഘനീഭവിച്ച് വീണ്ടും കട്ടിയുള്ള മെഴുകായിട്ട് തന്നെ മാറുന്നു ഖരാവസ്ഥയിൽ. അപ്പോൾ അതൊരു ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ്. അതേസമയം അതിനെ നടുക്കുള്ള ആ ഒരു തിരി അത് കത്തിത്തീരുന്നത് ഒരു കെമിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് കമ്പഷനാണ് അല്ലെങ്കിൽ ബേണിംഗ് ആണ്. അതൊരു കെമിക്കൽ പ്രോസസ്സാണ്. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കിയാൽ, കുറച്ച് വെള്ളം എടുക്കുക, ഒപ്പം തന്നെ കുക്കിംഗ് ഓയിൽ. ഇത് രണ്ടും നോക്കിയാൽ രണ്ടും ദ്രാവകാവസ്ഥയിലാണ്, അല്ലേ? അതാണ് അവ തമ്മിലുള്ള താരതമ്യം ചെയ്താൽ കിട്ടുന്ന സിമിലാരിറ്റി. അതേസമയം പ്രോപ്പർട്ടീസിൽ അവ ഒരുപോലെയാണോ? അല്ല. വെള്ളം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് നിറമൊന്നുമില്ലാത്ത ഒരു ദ്രാവകമാണ്, അതിന് നിറവും മണവും ഇല്ല. അതേസമയം കുക്കിംഗ് ഓയിലിന് പ്രത്യേക നിറവും കാണും, അതിൻ്റേതായൊരു മണവും കാണും. പിന്നെ ഏറ്റവും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, എത്ര ആളി കത്തുന്ന തീയിലും നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തീ അണഞ്ഞു പോകും. അതേസമയം കുക്കിംഗ് ഓയിൽ ചൂടാക്കിയാലോ തീ കത്തിപ്പിടിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയിൽ ഇത് രണ്ടും വളരെ വ്യത്യസ്തമായാണ് പെരുമാറുന്നത്. അപ്പോൾ ബേണിംഗ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. കാരണം ഇവിടെ മാറ്ററിന്റെ കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് വരുന്നു. ആ കെമിക്കൽ ചേഞ്ച് നടന്ന് പുതിയ പ്രോപ്പർട്ടിയുള്ള വസ്തു ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. അപ്പോൾ കെമിക്കൽ ചേഞ്ചിനെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ എന്നും പറയാം, രാസപ്രവർത്തനം എന്നും പറയാം.
ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇത് ഫിസിക്കലാണോ കെമിക്കലാണോ എന്ന് തിരിച്ചറിയാൻ. കട്ടിംഗ് ഓഫ് ട്രീ, അവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ട്രീ കട്ട് ചെയ്യുമ്പോൾ ആ വുഡിന്റെ രാസപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ രാസഘടനയിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല, കട്ട് ചെയ്യുമ്പോൾ അത് ചെറിയ പീസുള്ള വുഡായിട്ട് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത് അല്ലേ. അപ്പോൾ കട്ടിംഗ് ഓഫ് ട്രീ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോസസ്സ് മാത്രമാണ്. പിന്നെ മറ്റൊന്നാണ് നമ്മൾ വെള്ളത്തിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തിവിടുക. അതിനെ നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയും. അപ്പോൾ വെള്ളത്തിൽ കൂടി നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. അപ്പോൾ ഇനി അതിന് വെള്ളത്തിന്റെ പ്രോപ്പർട്ടീസ് ഇല്ല. അപ്പോൾ ഇത് എങ്ങനെയുള്ളൊരു മാറ്റമാണ്? അതൊരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറയാം. അതേസമയം വെള്ളം നമ്മൾ തിളപ്പിച്ച് വാതകാവസ്ഥയിലാക്കിയാലോ, അപ്പോഴും ആ നീരാവിയിൽ അടങ്ങിയിരിക്കുന്നത് വാട്ടറിന്റെ മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഫിസിക്കൽ ചേഞ്ച് എന്ന് തന്നെ പറയാം. ഇനി ബട്ടർ നമ്മൾ വെണ്ണ ഉരുക്കുകയാണെങ്കിൽ, ഒരു പാനിലിട്ട് ഉരുക്കുകയാണെങ്കിൽ നമുക്കത് ലിക്വിഡ് ആവുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. കാരണം ഉരുകിയാലും ബട്ടറിന്റെ പ്രോപ്പർട്ടിയാണ് അവിടെ കിട്ടുന്നത്. കുറച്ച് നേരം നമ്മൾ തണുപ്പിക്കാൻ വെച്ചാൽ ഈ ബട്ടർ തിരിച്ച് സോളിഡ് ആയിട്ട് തന്നെ മാറും. അപ്പോൾ അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആണെന്ന് പറയാം. അതേസമയം നമ്മുടെ പഴയ മെറ്റൽ അലമാരകളൊക്കെ തുരുമ്പെടുത്താൽ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. കാരണം തുരുമ്പ് എന്ന് പറയുന്നത് അയണിന്റെ ഒരു ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട് ആണ്. വെള്ളം പ്രവർത്തിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതൊരു രാസപ്രവർത്തനമാണ്. അവിടെ പ്രോപ്പർട്ടി മാറിക്കഴിഞ്ഞു, അതൊരു രാസപ്രവർത്തനമാണ്. ഇനി കുറേ ഫ്രൂട്ട്സ് നിങ്ങൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു ബൗളിലിട്ട് ഫ്രൂട്ട് സലാഡായിട്ട് കഴിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടി. വീണ്ടും നിങ്ങൾക്ക് ആ ഫ്രൂട്ട്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് കരുതാം. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള പ്യുവർ സബ്സ്റ്റൻസസിനെ പഠിക്കാം. പ്യുവർ എന്ന് പറയുമ്പോൾ എന്താ? ഒരേ തരത്തിലുള്ള സബ്സ്റ്റൻസ് കൊണ്ട് അല്ലെങ്കിൽ പദാർത്ഥം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് എലമെന്റ്സ്, മറ്റൊന്ന് കമ്പൗണ്ട്. എലമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരേ തരത്തിലുള്ള കണികകൾ അല്ലെങ്കിൽ ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള എലമെന്റ്സ് ചേർന്നാണ് ഉണ്ടാകുന്നത്, ഒരു കൃത്യമായ പ്രപ്പോർഷനിൽ. അപ്പോൾ അവിടെ നമുക്കതിനെ പലതരം തന്മാത്രകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഈ ആറ്റം തന്മാത്രയെ കുറിച്ചൊക്കെ നമുക്ക് ഇനി വരും ലെസണിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഈ എലമെന്റ് എന്ന പദം ഉപയോഗിച്ചത് റോബർട്ട് ബോയിൽ എന്നൊരു സയന്റിസ്റ്റ് ആണ് 1661. അത് കഴിഞ്ഞ് ആന്റണി ലെവോസിയർ എന്നൊരു സയന്റിസ്റ്റ് ആണ് നമ്മുടെ എലമെന്റിന് ഒരു ഡെഫിനിഷൻ നൽകിയത്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഇപ്രകാരമാണ്: element is a basic matter which cannot be broken down into simpler substances. അതായത് എലമെന്റിനെ ഇനി നമുക്ക് വിഘടിപ്പിക്കാൻ സാധ്യമല്ല. വിഘടിപ്പിച്ചാൽ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി കിട്ടാനും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ വിഘടിക്കുക സാധ്യമല്ല. അത് ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എലമെന്റ്സിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്: മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. പക്ഷേ നമുക്കിപ്പോൾ മോർ ദാൻ 100 മെറ്റൽസ് നമുക്ക് പരിചിതമാണ്. അതിൽ ഏതാണ്ട് 92 മെറ്റൽസ് എന്ന് എലമെന്റ്സ്, ഓക്കെ, 100-ലധികം എലമെന്റ്സ് നമുക്ക് പരിചിതമാണ്. അതിൽ ഏതാണ്ട് 92 എലമെന്റ്സ് എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് ആണ്. അതേസമയം ബാക്കിയുള്ളതെല്ലാം നമ്മുടെ മാൻമെയ്ഡ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഇതിൽ മെജോറിറ്റിയും സോളിഡ് അല്ലെങ്കിൽ ഖരാവസ്ഥയിലാണുള്ളത്. 11 എണ്ണം ഗേഷ്യസ് ഫോമിലുണ്ട്. നമ്മുടെ ഓക്സിജൻ, നൈട്രജൻ, ആർഗൺ അതൊക്കെയാണ് ഗേഷ്യസ് ഫോമിൽ. എന്നാൽ 2 എണ്ണം ലിക്വിഡ് ഫോമിൽ. അത് ഏതൊക്കെയാണ്? മെർക്യൂറിയും ബ്രോമിനും. ഞാനിവിടെ സിമ്പിളാണ് എഴുതിയിരിക്കുന്നത്. സിമ്പിളൊക്കെ നമ്മൾ ഇനി വരും ലെസൺസിൽ പഠിക്കും. HG എന്ന് പറഞ്ഞാൽ മെർക്യൂറി, Br എന്ന് പറഞ്ഞാൽ ബ്രോമിൻ. ഈ രണ്ടും എലമെന്റ്സും റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടാണ് കാണുന്നത്. ഇനി മറ്റു 2 എലമെന്റ്സ് ഉണ്ട്, ഗാലിയവും സീഷ്യവും. ഈ ഗാലിയവും സീഷ്യവും ഖരാവസ്ഥയിലാണെങ്കിലും നമ്മുടെ പാമിൽ വെച്ചാൽ തന്നെ അവ ഉരുകിപ്പോകും. കാരണം അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 303 കെൽവിനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കെൽവിനെ സെൽഷ്യസ് ആക്കാൻ അറിയാലോ, -273. അപ്പോൾ എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ കുറച്ച് റൂം ടെമ്പറേച്ചർ ഇപ്പോൾ 20-25 ആണെങ്കിൽ ഉരുകില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചറിൽ തീർച്ചയായിട്ടും ഉരുകും. അതല്ല നമ്മുടെ പാമ്പിൽ വെച്ചാൽ ഉരുകും. എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയുടെ ആവറേജ് ടെമ്പറേച്ചർ ഏതാണ്ട് 37 ഡിഗ്രി അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉരുകിപ്പോകും. അപ്പോൾ ഇത് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ്, അതായത് വ്യത്യസ്തമായ പ്രോപ്പർട്ടീസ്, യുണീക്ക് പ്രോപ്പർട്ടീസ് നമ്മളൊന്ന് ഓർത്തു വെച്ചേക്കണം. ഇനി നമുക്ക് ഓർക്കാനുള്ളത് ഈ എലമെന്റ്സിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം: മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. അവയെ നമുക്കൊരു പീരിയോഡിക് ടേബിളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മെറ്റൽസ് ആണ്, അതിൻ്റെ എക്സ്ട്രീം റൈറ്റ് സൈഡിൽ നോൺ മെറ്റൽസ് ആണ്. എന്നാൽ അതിന് ഇടയ്ക്ക് വരുന്നത് കുറച്ച് രണ്ടിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റലോയിഡ്സ് ആണ്.
ഈ എലമെന്റ്സിനെ നമ്മൾ മലയാളത്തിൽ മൂലകങ്ങൾ എന്ന് പറയും. ഈ മൂലകങ്ങളുടെ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ലോഹങ്ങൾ അല്ലേ. അപ്പോൾ ഈ ലോഹങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവയ്ക്കെല്ലാം ഒരു ഷൈനിങ് സർഫസ് ആണ് ഉള്ളത്. ആ പ്രോപ്പർട്ടിയെ നമ്മൾ പറയുന്നത് ലസ്ട്രസ് എന്നാണ്. അതായത് ഒരു തിളക്കമുണ്ട്. ഇപ്പൊ നമ്മൾ ഏത് മെറ്റൽ എടുത്ത് നോക്കിയാലും ഒരു ഷൈനിങ് സർഫസ് ആണ് ഉള്ളത്. മിക്കവാറും ഒരു സിൽവർ ഗ്രേഷ് കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിലാണ് അവ ഇരിക്കുന്നത്. ഇപ്പൊ സിൽവർ ആണെങ്കിൽ ഒരു തിളക്കമുണ്ട്, ഗോൾഡിന് അതിൻ്റെതായ തിളക്കമുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ജ്വല്ലറി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് സൊണോറസ് ആണ്. എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക സൗണ്ട് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അയണിൻ്റെ ഒരു ആണിയോ എന്തെങ്കിലും തറയിൽ വീഴുന്നു, അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ സാധനം തറയിൽ വീണാൽ അതിനൊരു പ്രത്യേക റിങ്ങിങ് സൗണ്ടാണ്. അതേസമയം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സോ അല്ലെങ്കിൽ ഒരു ബുക്കോ ഒക്കെ വീണാൽ വേറൊരു സൗണ്ടാണ്. അപ്പോൾ ഈ റിങ്ങിങ് സൗണ്ട് ഉണ്ടാക്കുന്നത് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതിനെ നമ്മൾ സൊണോറസ് എന്ന് പറയുന്നു. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. മെറ്റൽസ് ആർ ഡക്ടൈൽ. ഡക്ടൈൽ എന്ന് പറഞ്ഞാൽ ഇതിനെ വലിച്ചു നീട്ടി വളരെ തിൻ വയറായിട്ട് മാറ്റാൻ കഴിയും. നമ്മുടെ ഹെയർ സ്ട്രാൻഡിൻ്റെ അത്രയും തിക്നെസ് ഉള്ള വയറായിട്ട് ഈ മെറ്റൽസിനെ വലിച്ചു നീട്ടാൻ കഴിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഗോൾഡാണ്. ഗോൾഡിനാണ് ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് ഗോൾഡ് നമ്മൾ ജ്വല്ലറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല ഡിസൈൻസിൽ ഉണ്ടാക്കിയെടുക്കുക അല്ലേ. ഇൻട്രിക്കേറ്റ് ഡിസൈൻസ്, പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ വയറാക്കിയിട്ട് അവർക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയോ മാല്യബിലിറ്റി. അതായത് ഇതിനെ വലിച്ചു നീട്ടി തിൻ ഷീറ്റ്സ് ആക്കി പരത്താനും പറ്റും. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ സിൽവർ ഫോയിൽ. അപ്പോൾ അലുമിനിയം ഫോയിലൊക്കെ എന്താണ്, നമ്മുടെ റോളായിട്ട് വെച്ചു അത് നമ്മൾ റാപ്പ് ചെയ്ത് പേപ്പർ പോലെ കീറിയെടുക്കുക അല്ലേ. പക്ഷെ അതൊരു മെറ്റലാണ്. അതേ അലുമിനിയം കൊണ്ടാണ് നമ്മുടെ ഉരുളിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നതെന്നോ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ വലിയ എയർക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതും സെയിം സാധനം വെച്ചിട്ടാണ്. അപ്പോൾ നോക്ക് എത്ര തിന്നാക്കി നമ്മൾ അതിനെ എടുത്തിരിക്കുന്നു എന്നും. ഇനി അതിനെ പറയുന്ന പേരെന്താണ്, മാല്യബിലിറ്റി. ഇനി വരുമ്പോൾ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി. ചൂടും ഇലക്ട്രിസിറ്റിയും കടത്തി വിടാനായിട്ട് മെറ്റൽസിന് കഴിയും. അതിലെ ഏറ്റവും നല്ല കണ്ടക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സിൽവർ തന്നെയാണ്. സിൽവർ കഴിഞ്ഞാൽ പിന്നെ കോപ്പറാണ്, പിന്നെയാണ് അലൂമിനിയം. അപ്പോൾ ഏറ്റവും നല്ല കണ്ടക്ടറും കണ്ടക്ടിവിറ്റിയും ഇവർക്ക് കൂടുതലാണ്. മെറ്റലായിട്ടിരുന്നാലും കണ്ടക്ട് ചെയ്യാത്ത ഒരു മൂലകമാണ് ലെഡ് എന്ന് പറയുന്നത്. അതിന് പുവർ കണ്ടക്ടിവിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെറ്റൽസിൻ്റെ പ്രത്യേകതകൾ. ഇനി മെറ്റൽസിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാലോ. നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ നമ്മൾ കുറേ പറഞ്ഞല്ലേ. ഏതൊക്കെയാ? നമ്മുടെ ഗോൾഡ്, സിൽവർ, കോപ്പർ, അലൂമിനിയം, അയൺ, ഇതെല്ലാം എന്താണ്, മെറ്റൽസ് ആണ്. പിന്നെ മെർക്യൂറി, ഞാൻ നേരത്തെ പറഞ്ഞ ദ്രാവകാവസ്ഥയിലുള്ള മെർക്യൂറി. ഒരേ ഒരു മെറ്റൽ അല്ലെങ്കിൽ ലോഹം ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് മെർക്യൂറി മാത്രമാണ്. അത് നമ്മൾ എവിടെ കാണാൻ പറ്റും? നമ്മുടെ ആ തെർമോമീറ്ററിലും അല്ലെങ്കിൽ പ്രഷർ ചെക്ക് ചെയ്യുന്ന സ്വിഗ്മോ മാനോമീറ്റർ, അതിനകത്തൊക്കെ ആ ഓടിക്കളിക്കുന്ന ആ ഒരു സിൽവർ കളർ ലിക്വിഡ് എന്താണ്, മെർക്യൂറിയാണ്. ഓക്കെ. ഇനി അതുപോലെയുള്ളതാണ് നോൺ മെറ്റൽ. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ഈ മെറ്റൽസിനുള്ള പ്രോപ്പർട്ടി ഒന്നും നോൺ മെറ്റൽസിന് ഇല്ല. അപ്പോൾ എന്താണ്? അതിന് സൊണോറസ് പ്രോപ്പർട്ടി ഇല്ല, അതായത് റിങ്ങിങ് സൗണ്ട് ഇല്ല, മാലിബിലിറ്റി ഇല്ല, തിൻ ഷീറ്റ് ആക്കാൻ പറ്റില്ല, അത് ബ്രിട്ടിലാണ്, ഒടിഞ്ഞു പോകും. തിൻ വയറാക്കാൻ പറ്റില്ല, ഡക്ടൈൽ അല്ല, അത് ഇലക്ട്രിസിറ്റിയും ഹീറ്റും ഒന്നും കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെയാണ് നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പം നോൺ മെറ്റൽസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ മെയിനായിട്ടും ഈ ഗ്യാസസ് ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, കാർബൺ ഗ്യാസ് അല്ല കേട്ടോ, ഓക്സിജൻ, നൈട്രജൻ, ആർഗൺ, പിന്നെ നമ്മുടെ കാർബൺ അതൊരു നോൺ മെറ്റലാണ്. പിന്നെ ഉള്ളത് അയോഡിൻ, ബ്രോമിൻ. ഇവ രണ്ടും അയഡിനും ബ്രോമിനും കുറച്ച് പ്രത്യേകതയുള്ളവരാണ്. അയഡിൻ നോൺ മെറ്റൽ ആണെങ്കിലും ഒരു തിളക്കമുണ്ട്. അപ്പം തിളക്കം ആരുടെ പ്രോപ്പർട്ടിയാണ്? മെറ്റലിൻ്റെ. പക്ഷേ അയഡിൻ നോൺ മെറ്റലാണ്, പക്ഷേ തിളക്കമുണ്ട്. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ബ്രോമിൻ ഒരു നോൺ മെറ്റലാണ്. സാധാരണ നോൺ മെറ്റൽസ് ലിക്വിഡ് അല്ലെങ്കിൽ ഗേഷ്യസ് അല്ലെങ്കിൽ ഖരാവസ്ഥയിലാണ്. ലിക്വിഡ് ആയിട്ടുള്ള നോൺ മെറ്റലാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ഇനി ഇടയ്ക്ക് വരുന്ന 2-3 എലമെന്റ്സ് ഉണ്ട്. അവയ്ക്കെല്ലാം രണ്ടിൻ്റെയും പ്രോപ്പർട്ടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബോറോൺ, സിലിക്കോൺ, ജെർമേനിയം, ഇവയ്ക്കെല്ലാം മെറ്റൽസിൻ്റെ ചില പ്രോപ്പർട്ടീസും കാണും, നോൺ മെറ്റൽസിൻ്റെയും കാണും. അതുകൊണ്ട് നമ്മൾ അവയെ മെറ്റലോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്യുവർ സബ്സ്റ്റൻസ് ആയ കമ്പൗണ്ടിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ എലമെന്റ്സിനെ നമുക്ക് ഇനി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടു. പക്ഷേ കമ്പൗണ്ടിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ ഇൻഡിവിജ്വൽ കോമ്പണൻസ് ആയിട്ട് മാറ്റാൻ കഴിയും. പക്ഷേ എങ്ങനെ പറ്റുള്ളൂ? കെമിക്കൽ പ്രോസസ്സിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ കമ്പൗണ്ട്സിന് അവരുടേതായ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. എലമെന്റ്സ് അതിൻ്റെതായ പ്രോപ്പർട്ടീസ് കാണിക്കും. പക്ഷേ ആ എലമെന്റ്സ് ജോയിൻ ചെയ്താണ് കമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റേതായ പ്രോപ്പർട്ടി ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, അതായത് 2 ആറ്റം ഓഫ് ഹൈഡ്രജനും 1 ആറ്റം ഓഫ് ഓക്സിജനും കെമിക്കലി യോജിച്ചുണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ആ വെള്ളം ഇത് രണ്ടും ഗ്യാസ് ആണ്. പക്ഷേ ഇത് ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഒരു ദ്രാവകമാണ് അല്ലേ.
ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും ഉണ്ട്. അതായത് മാസ് വെച്ച് നോക്കിയാൽ ഇവ 1:8 എന്ന അനുപാതത്തിൽ ചേർന്നാൽ മാത്രമേ നമുക്ക് വെള്ളം ലഭിക്കുകയുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും പ്രോപ്പർട്ടിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് ഉപ്പ്, സോഡിയം ക്ലോറൈഡ്. അതിൽ സോഡിയം എന്നൊരു മെറ്റലും ക്ലോറിൻ എന്നൊരു നോൺ മെറ്റലും ഉണ്ട്. അവർക്ക് അവരുടേതായ പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷെ അവ ചേർന്ന് കഴിഞ്ഞാലോ നമുക്ക് കിട്ടുന്ന ഉപ്പിന് അതിൻ്റെതായ ചില ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് കമ്പൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വന്നു, അപ്പോൾ പിന്നെ ഇത് മിക്സ്ചർ അല്ലേ, എന്താ മിക്സറിൻ്റെ മിക്സറും ഒന്നിലധികം പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാകുന്നതല്ലേ എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നാം. അപ്പോൾ കമ്പൗണ്ട്സും മിക്സറും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു മിക്സർ ഉണ്ടാകുമ്പോൾ നമ്മൾ പല സാധനങ്ങളെ വെറുതെ ഫിസിക്കലി ജസ്റ്റ് ചേർത്ത് വെക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് കുറച്ച് ഉപ്പെടുത്ത് വെള്ളത്തിലിടുന്നു, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അതൊരു മിക്സറായി, അല്ലെങ്കിൽ കുറച്ച് കോപ്പർ സൾഫേറ്റും പൊട്ടാഷ്യം പെർമാംഗനേറ്റും മിക്സ് ചെയ്ത് വെച്ചാലും അത് മിക്സറായി. പക്ഷേ കമ്പൗണ്ടിൽ അങ്ങനെയല്ല. അതൊരു രാസപ്രവർത്തനത്തിലൂടെയാണ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ചേരുന്നത്. അതും അതൊരു പ്രത്യേക പ്രൊപ്പോർഷനിൽ ചേർന്ന ഒരു പുതിയ സാധനമായിട്ടാണ് മാറുന്നത്. അല്ലാതെ പഴയതായിട്ടിരിക്കുകയില്ല. ഇപ്പോൾ ഞാൻ വെള്ളവും ഉപ്പും കൂടെ ചേർത്താൽ അത് ഉപ്പ് വെള്ളമേ ആകുന്നുള്ളൂ. അതിൽ വെള്ളവുമുണ്ട്, NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഉപ്പ് അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കമ്പൗണ്ട്സിലാണെങ്കിലോ ഞാൻ ഹൈഡ്രജനും ഓക്സിജനും ചേർത്തപ്പോൾ എനിക്ക് കിട്ടിയ പുതിയ സബ്സ്റ്റൻസ് ആയ വെള്ളം തികച്ചും വ്യത്യസ്തമാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയവും ക്ലോറിനും ചേർന്നുണ്ടാകുന്ന പുതിയ പദാർത്ഥത്തിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ വ്യത്യാസം, മിക്സറിൽ നമുക്ക് ഏത് അളവിലും അതിനെ മിക്സ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ചൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു അളവൊന്നുമില്ല. അതായത് എനിക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ഷുഗർ ഇടാം, അല്ലെങ്കിൽ എനിക്ക് 2 സ്പൂൺ ഷുഗർ ഇടാം, അല്ലെങ്കിൽ 1 പിടി ഷുഗറും ഇടാം. ആരും എന്നോട് ചോദിക്കില്ല. അപ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നത് എന്താണ്? മിക്സർ തന്നെയാണ്. അതേസമയം ഞാനിപ്പോൾ ഒരു കമ്പൗണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലൊരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസിലേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്പർ നോക്കിയാൽ 2 ആറ്റം ഓഫ് ഹൈഡ്രജൻ 1 ആറ്റം ഓഫ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യണം. അല്ലെങ്കിൽ മാസ് നോക്കിയാൽ അതിൻ്റെ റേഷ്യോ എന്തായിരിക്കണം? 1:8 ആയിരിക്കണം. അതും ആ അനുപാതം മാറിയാൽ നമുക്ക് വാട്ടർ ലഭിക്കില്ല. അപ്പോൾ കൃത്യമായ അനുപാതത്തിലാണ് ഈ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകുന്നത്? നമ്മുടെ മിക്സർ ഉണ്ടാകുന്നത്. ഇനി മിക്സ്ചറിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ കമ്പണൻസിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് നാക്കിൽ തൊട്ട് വെച്ചാൽ എൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റും എനിക്ക് കിട്ടും, പഞ്ചസാരയുടെ ടേസ്റ്റും കിട്ടും. പക്ഷേ തിരിച്ച് അതൊരു കമ്പൗണ്ട് ആണെങ്കിൽ, അതായത് ഹൈഡ്രജൻ്റെയും ഓക്സിജനെയും ചേർത്ത് 2 ഗ്യാസ് ആണ്, പക്ഷേ വാട്ടറിൻ്റെ അതിൻ്റെതായ പ്രോപ്പർട്ടി ഉണ്ട്. ഇൻഡിവിജ്വൽ കമ്പണൻസിൻ്റെ പ്രോപ്പർട്ടി അത് കാണിക്കും. ഇനി നമുക്ക് ഫിസിക്കൽ മിക്സർ ആണെങ്കിൽ, നമ്മൾ വെറുതെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സർ ആണെങ്കിൽ നമുക്കതിനെ ഫിസിക്കൽ പ്രോസസ്സ് ലൈക്ക് ഫിൽറ്ററിങ്ങോ ഇവോപ്പറേഷനോ അതൊക്കെ കൊണ്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഫിസിക്കൽ പ്രോസസ്സ് കൊണ്ട് കെമിക്കൽ കമ്പൗണ്ട്സിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധ്യമല്ല. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിനെ ഞാൻ ഇവോപ്പറേറ്റ് ചെയ്താലോ ഫിൽറ്റർ ചെയ്താലോ എനിക്ക് സോഡിയവും ക്ലോറിനും കിട്ടില്ല. അതുപോലെ തന്നെ വാട്ടറിനെ എനിക്ക് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വെറുതെ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ അരിച്ചൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷേ മാറ്റാം. എങ്ങനെയാണ്? കെമിക്കൽ റിയാക്ഷൻസും അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അതിന് എക്സാമ്പിളായിട്ട് ഈ വെള്ളത്തിൽ കൂടെ ഞാനിപ്പോൾ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാൽ എനിക്കത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറ്റിയെടുക്കാൻ എളുപ്പത്തിൽ കഴിയും. ഓക്കെ, അപ്പോൾ അതെന്താണ്? അതൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ സോഡിയം ക്ലോറൈഡിനെ കെമിക്കൽ പ്രോസസ്സിലൂടെ എനിക്ക് എന്താക്കി മാറ്റാൻ കഴിയും? സോഡിയവും ക്ലോറിനുമായിട്ട് വ്യത്യസ്തമായിട്ട് തിരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് പഠിച്ച പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് അല്പമെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ചെയ്യുക. കാരണം അതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.